എന്തൊക്കെ ബാഡ് ഫേസ് എന്ന് പറഞ്ഞാലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രം മതി. പരാജയങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്താ ഒരുപാട് ഡ്രോബാക്കുകൾ ഉണ്ടാക്കും. പക്ഷേ എന്താ അല്ലെങ്കിൽ വിക്ടറീസ് നമുക്ക് ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കും. പക്ഷേ ഈ പരാജയ ഘട്ടത്തിൽ ഇത്രയും 1000 ആൾക്കാർ ലാലേട്ടന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് സ്റ്റാർഡം, അതാണ് സ്റ്റാർഡം. ലാലേട്ടൻ മാത്രം. ലോയൽ ഫാൻസ് എല്ലാരും പറയുന്നത് ടോക്സിക് ആണെന്ന്. അതെ, ടോക്സിക് ആണ്. ലോയൽറ്റി ടോക്സിക് ആണെങ്കിൽ ടോക്സിക് തന്നെയാണ്. ലാലേട്ടൻ എല്ലാ സകലമായ റെക്കോർഡുകളും ലാലേട്ടന്റെ പേരിൽ ഈ തമ്പുരാനെ കാണാൻ ഈ എഴുന്നള്ളിപ്പിന് വേണ്ടി ഈ 1000 വന്നിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയുടെ തലവരെ മാറ്റിമറിക്കാൻ എമ്പുരാൻ വന്നിട്ടുണ്ട്. കൊണ്ടാടുവോ இந்த കേരളക്കര ഉറപ്പായിട്ടും ഇതിപ്പോ എന്തൊക്കെയാണ് നടക്കാൻ വന്നത്. അതായത് പുതിയ ബെഞ്ച് മാർക്കുകൾ ഇവിടെ ദൃശ്യം തുടങ്ങി വെച്ചത്, തുടങ്ങി വെച്ചത്, ലൂസിഫർ തുടങ്ങി വെച്ചത്, ഇതിനകത്ത് എമ്പുരാൻ പുതിയ ബെഞ്ച് മാർക്കുകൾ തുടങ്ങി വെക്കും. അതായത് മലയാളത്തിന്റെ ന്യൂ മാർക്കറ്റ് എന്താണെന്ന്, മലയാളത്തിലെ മാക്സിമം, അതായത് മോളിവുഡിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണ്, ചരിത്രം, അതായത് ഇതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്തെന്ന് ഈ പടം കാണിച്ചത്. അതായത് നമുക്കും ഒരു KGF ഉണ്ട്, നമ്മൾക്ക് കാണിച്ചു തരാൻ മലയാള സിനിമയിലെ ആദ്യത്തെ 500 കോടിക്ക് മുകളിലായിരിക്കും ഈ പടം. മലയാള സിനിമയുടെ ചരിത്രമായിരിക്കും. മലയാള സിനിമ വ്യാവസായികപരമായിട്ട് എത്രത്തോളം മുകളിലെത്താൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളക്കരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ടീസറിന് ഇതുപോലത്തെ ഒരു ഫാൻ ഷോ വെക്കാൻ മോഹൻലാൽ ഫാൻസിനല്ലാതെ വേറെ ആരെ അസോസിയേഷൻ കഴിയും? തിരുവനന്തപുരം മുതൽ അങ്ങറ്റമരം ഉള്ളിടത്തും മത്സരമാണ്. നമ്മൾ തന്നെ എത്ര തിയേറ്ററുകളിൽ അവരവരെ ശക്തി തെളിയിക്കും. എല്ലാം മാർച്ച് 22 വെയിറ്റിംഗ് ആണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ്.